അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി ഓലേൻ്റെ ബ്രേക്ക് പാഡ് ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് സൗണ്ട് വരാൻ തുടങ്ങി. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓലേൻ്റെ ഷോറൂമിൽ നിന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം ഓലേൻ്റെ ഷോറൂമിൽ ഞാൻ ഓൾറെഡി പോയി നോക്കിയതാണ്. അപ്പോൾ അവർ പറഞ്ഞ റേറ്റ്, ഈ ഒരു ബ്രേക്ക് പാഡ് മാറാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ റേറ്റ് 1500. അതായത് 2 ബ്രേക്ക് പാഡ് ഫ്രണ്ടും ബാക്കോടൊക്കെ 1500 പ്ലസ് ലേബർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനായിട്ട് അവിടെ പോയിട്ട് നമ്മൾ വെറുതെ ജസ്റ്റ് ബ്രേക്ക് പാഡ് മാത്രം ഒറിജിനൽ വാങ്ങിയിട്ട് വന്നിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലേബർ അടക്കം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സാധനം തരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും മാറ്റമില്ല, അതിനൊന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വൈഡ്ലി ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ പാർട്സൊക്കെ. ഞാൻ നോർമലി നിക്കാവിടെയാണ് യൂസ് ചെയ്യാറ്. ഞാൻ ലാസ്റ്റ് ടൈം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ലൈഫൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് ആഫ്റ്റർ മാർക്കറ്റ് നമ്മുടെ നാട്ടിലൊക്കെ വൈഡ്ലി കിട്ടുന്ന നിക്കാവിയുടെ പാഡാണ്. ഇതിനാകെ 200 രൂപയുള്ളൂ, ഫ്രണ്ട് മാത്രം. ബാക്കും കൂടി 400 രൂപ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ടയേഴ്സ് ആദ്യം റിമൂവ് ചെയ്യണം, പിന്നെ അല്ലെങ്കിൽ വേണം. അതേപോലെ തന്നെ നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു ഹൈറ്റുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പൊന്തിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നോർമലി ഈ ഒരു ഹൈറ്റാണ് വെക്കൽ. ടയർ ലൂസ് ചെയ്തിട്ട് മാത്രമേ, അല്ലെങ്കിൽ ടയർ റൊട്ടേഷനാണ്, ലൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഹൈറ്റിലെടുത്ത് വെക്കാം. നോർമലി അല്ലെങ്കിൽ വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കഴിക്കാൻ നോക്കുക. ഇപ്പോൾ നെട്ടെല്ലാം ഫുള്ള് ലൂസാക്കിയിട്ട് ഇനി നമുക്കിത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം വെച്ചു. നമ്മളെ കൊണ്ട് പറ്റുന്ന ഇങ്ങനത്തെ കാര്യങ്ങളിലോ നമ്മൾ തന്നെ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഒരു വണ്ടിയുടെ പണി വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാൻ പറ്റും. ചെറിയൊരു ടൂൾ ബോക്സും ഇങ്ങനത്തെ കുറച്ച് അല്ലെങ്കിൽ സെറ്റും ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ വേഗം കഴിയും. ഇത് കുറേ ആയിട്ട് ഊരിയിട്ടില്ല, ഇത് നല്ല ടൈറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നൊരു മുട്ടി എന്തെങ്കിലും എടുത്തിട്ട് ഫുള്ള് ചുറ്റിലും ടയറിന് മാത്രം നോക്കി അടിക്കുക. ഈസിയായിട്ട് ഇങ്ങനെ വരും. അതിനുശേഷം നമുക്കിതാ ഈ ഒരു 2 അല്ലെങ്കിൽ ഉണ്ട്, അതും കൂടി ലൂസ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ നല്ല ടൈറ്റ് ഉണ്ട്. നമ്മുടെ കാലിപ്പർ ഊരി എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് മാറ്റാൻ പറ്റൂ. ഇതിപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് സെൻസറാണ്. അപ്പോൾ നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻസർ ക്ലിപ്പ് ചെയ്യാൻ പറ്റില്ല. അതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. സ്ലിപ്പാണല്ലോ.
പിന്നെ അതേപോലെ പിന്നെ ഇത് അയച്ചെടുക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ ഈ ഒരു മഡ്ഗാർഡ് കൂടി അയച്ചാൽ സിമ്പിളായിട്ട് വരും. അല്ലാണ്ട് അയച്ചെടുക്കുക, വെറുതെ റിസ്ക് എടുക്കണ്ട. മഡ്ഗാർഡ് അയക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടും വേഗം വരും. ഇതിൻ്റെ മേലെ ഒരു ബോൾട്ട് വരുന്നുണ്ട്. ആ ബോൾട്ട് അയച്ചെടുക്കാൻ കുറച്ച് പണിയാണ്. കാരണം മണ്ണും പൊടിയൊക്കെ ഉള്ളിൽ കെട്ടി നിൽക്കുന്നുണ്ടാവും. അതൊന്ന് ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഈ WD-40 കയ്യിൽ കരുതി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പണിയെല്ലാം കുറച്ചും കൂടി സിമ്പിളായിരിക്കും. അപ്പോൾ അത് അയച്ചെടുക്കുന്നുണ്ട്. ബാക്കിൽ 2 ബോൾട്ടും കൂടി ഉണ്ട് കേട്ടോ. പാടം തീർന്നിട്ടില്ലല്ലോ. പാഡ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഉണ്ട്. എൻ്റെ കുഴപ്പം നടന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അയച്ചപ്പോൾ ഇതിൻ്റെ ഫ്ലൂയിഡ് മൊത്തം പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിട്ടില്ല, അതായിരിക്കും ഇതിൻ്റെ പ്രശ്നം. എന്തായാലും വാങ്ങിച്ച സ്ഥിതിക്ക് നമുക്ക് മാറ്റിക്കളയാം. ഇല്ല, അങ്ങോട്ട് എത്തൂലോ.
ഈ സിലിണ്ടർ താത്താണ്ട് ബ്രേക്ക് പാഡ് ഇടാൻ പറ്റില്ല. കാരണം ഇത് പുതിയ ബ്രേക്ക് പാഡ് ഇടുമ്പോൾ കുറച്ചും കൂടി വിടുത്ത് കൊടുക്കുന്നത് തട്ടും. സിലിണ്ടർ ജസ്റ്റ് ഇതിലേക്കൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങ് പോരും. എന്നിട്ട് നൈസിൽ അതിൻ്റെ ഫ്ലൂയിഡും കൂടി അതിൻ്റെ ഉള്ളാകുമ്പോൾ അത് താണോളും. എന്നിട്ട് ബ്രേക്ക് പാഡിൻ്റെ ഇതിടുക. ആദ്യം ചെറിയ ഇതിടുക, എന്നിട്ട് ഇനി നമുക്ക് കാലിപ്പർ സെറ്റ് ചെയ്യാം. അടുത്ത പരിപാടി തിരിച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മളിവിടെ നയിച്ച 2 ബോൾട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പം ബോൾട്ട് ഫുൾ ടൈറ്റ് ആക്കാണ്ട് ജസ്റ്റ് ഇട്ടിട്ട് പകുതിയായിട്ട് ഈക്വലായിട്ട് ടൈറ്റ് ആക്കുക. സെറ്റായിട്ട് ഇനി നമുക്ക് മക്കാട് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അയച്ചെടുത്ത് നട്ടും പോയിട്ടുണ്ട്. ഈ അല്ലെങ്കിൽ ആയതുകൊണ്ട് ത്രെഡ് ആകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇതുപോലത്തെ പണിയാണ് അപ്പം കിട്ടുന്നത്. നടുപൊടിഞ്ഞ് പോയി, ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്.
ഇട്ട് ഒന്ന് ടൈറ്റ് പിടിക്കും.